വെൻ ഐ ഫ്ലൈ ടുവേഡ്സ് യു എന്ന ഡ്രാമയുടെ 4ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ ക്ലാസ്സിൽ നടത്തിയ ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ പേപ്പർ അടുത്ത ദിവസം തന്നെ ടീച്ചർ ക്ലാസ്സിൽ വിതരണം ചെയ്യുന്നു. സായിക്ക് മാത്രം പേപ്പർ കിട്ടാത്തതിനാൽ അവൾ തിരക്കിയപ്പോഴാണ് 2 ക്ലാസ്സിലും ടെസ്റ്റ് നടത്തിയതിൽ ഏറ്റവും ടോപ്പ് സ്കോർ കിട്ടിയിരിക്കുന്ന അവൾക്കാണ്. അതുകൊണ്ട് മറ്റേ ക്ലാസ്സിലെ കുട്ടികൾക്ക് റെഫർ ചെയ്യാനായി അവളുടെ പേപ്പർ നൽകിയിരിക്കുകയാണ്. ബ്രേക്ക് ടൈമിൽ പോയി കളക്ട് ചെയ്തോളാൻ ടീച്ചർ പറഞ്ഞത്. പേപ്പർ കൊടുത്തിരിക്കുന്നത് റാങ്കിൻ്റെ ക്ലാസ്സിലാണ്. അവിടേക്ക് പോകാൻ ഒരു എക്സ്ക്യൂസ് കിട്ടിയതിൽ സായി സന്തോഷിക്കുന്നു. റാങ്ക് ബാക്കി എല്ലാ സബ്ജക്റ്റിലും ടോപ്പാണെങ്കിലും ഇംഗ്ലീഷിനെ കുറിച്ച് നല്ലതുപോലെ വീക്കാണ്. ഇപ്പോൾ നടത്തിയ ടെസ്റ്റിലും അവൻ പാസ്സായിട്ടില്ല. അവരുടെ ബസ്സിൽ നന്നായി പഠിക്കുന്ന കുട്ടികളെല്ലാം അവൻ്റെ ക്ലാസ്സിലാണ്. അവരെക്കാളൊക്കെ കൂടുതൽ മാർക്ക് സായി വാങ്ങിയത് അവനുൾപ്പെടെയുള്ള ആ ക്ലാസ്സിലെ കുറേ കുട്ടികളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അവൾക്ക് ഇത്ര നന്നായി ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമായിരിക്കുമല്ലോ എന്നൊക്കെ അവർ പല കമൻറ്റുകളും പറയുന്നു. ബ്രേക്ക് ടൈമിൽ റാങ്ക് ലൈബ്രറിയിൽ പോയിരുന്ന ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ തെറ്റിയതിനെക്കുറിച്ച് റെഫർ ചെയ്യുന്ന സമയത്താണ് സായി പേപ്പർ അന്വേഷിച്ച് അവിടെ എത്തിയത്. പേപ്പർ അവൻ്റെ കൈവശമാണെന്ന് അവരുടെ ക്ലാസ്സിൽ ചെന്നപ്പോൾ ഖുറാൻ അവളോട് പറഞ്ഞിരുന്നു. അവനാണ് റാങ്ക് ലൈബ്രറിയിലുണ്ടെന്ന് പറഞ്ഞു കൊടുത്തത്. ബാഗിലുണ്ടായിരുന്ന പേപ്പർ അവനെടുത്ത് തിരികെ കൊടുക്കുന്നു. അവളത് വാങ്ങിയ ശേഷം കുറച്ച് സമയം പഠിക്കാനായി അവിടെ ഇരിക്കുന്നുണ്ട്. റാങ്ക് ഈ സമയം ഇംഗ്ലീഷിൽ തെറ്റിയ ഏതോ എക്സർസൈസ് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സായി അവൻ്റെ ഒപ്പം കുറേ സമയം അവിടെ ഇരിക്കാൻ വേണ്ടി പഠിക്കുകയാണെന്ന രീതിയിൽ ഇരുന്നതാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അവൾ അറിയാതെ മയങ്ങിപ്പോകുന്നു. മയക്കത്തിൽ നിന്ന് ഉണർന്നപ്പോഴും അവൻ ആദ്യം നോക്കിക്കൊണ്ടിരുന്ന അതേ ഭാഗം തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നു. അതവന് ടഫാണോ എന്ന് അവൾ ചോദിച്ചെങ്കിലും അവളുടെ മുന്നിൽ തൻ്റെ വീക്ക്നെസ് കാണിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് അവൻ സമ്മതിച്ചു കൊടുക്കാതെ പഠിക്കുന്നത് മതിയാക്കി എഴുന്നേറ്റ് പോകുന്നു. അവൻ ഇംഗ്ലീഷിന് വീക്കാണെന്ന് അവൾ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് പുറകെ ചെന്ന് അവൻ അത്രയും നേരം ചെയ്യാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന എക്സർസൈസ് എളുപ്പത്തിൽ പഠിക്കാനുള്ള ഒരു ടിപ്പ് അവൾ പറഞ്ഞു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അവൻ ക്ലാസ്സിലേക്ക് ചെന്നപ്പോഴാണ് ഓഫീസിൽ അവൻ്റെ അമ്മ വന്നിട്ടുണ്ട്. ക്ലാസ് ടീച്ചറുമായി സംസാരിക്കുന്നത് കണ്ടിരുന്നെന്ന് ഖുറാൻ പറഞ്ഞത്. റാങ്ക് ക്ലാസ്സിലേക്ക് പോലും കയറാതെ ബാഗ് അവനെ ഏൽപ്പിച്ചിട്ട് വേഗം ഓഫീസിലേക്ക് ഓടുന്നു. അമ്മ ടീച്ചറുമായി അവൻ്റെ പഠിത്തത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവൻ ബാക്കിയെല്ലാ സബ്ജക്റ്റിനും സ്കൂൾ ടോപ്പാണെങ്കിലും ഇംഗ്ലീഷിൽ കുറച്ച് വീക്കാണ്. കഴിഞ്ഞ ദിവസം നടത്തിയ ടെസ്റ്റ് പാസ്സായിട്ട് പോലുമില്ല. അതുകൊണ്ട് ഇംഗ്ലീഷിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് ടീച്ചർ അമ്മയെ അറിയിക്കുന്നു. അവൻ്റെ അനിയൻ അവനേക്കാൾ മിടുക്കനാണ്. എല്ലാ സബ്ജക്റ്റും നന്നായി പഠിക്കും. ഇപ്പോൾ 2 ക്ലാസ് സ്കിപ്പ് ചെയ്ത് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അവനെക്കുറിച്ച് എനിക്കൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ അമ്മ അപ്പോൾ പറയുന്നു. അത് കേട്ടുകൊണ്ടാണ് റാങ്ക് അവർക്ക് പുറകിലെത്തിയത്. അങ്ങനെ മക്കളെ തമ്മിൽ വേർതിരിച്ച് കാണരുത്. റാങ്കിന് അവൻ്റേതായ ഹൈലൈറ്റുകളുണ്ട് എന്നൊക്കെ ടീച്ചർ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. റാങ്ക് അകത്തേക്ക് കയറി ചെന്നപ്പോൾ അവർക്ക് തമ്മിൽ സംസാരിക്കാനുള്ള ഗ്യാപ്പ് നൽകിക്കൊണ്ട് ടീച്ചർ പുറത്തേക്ക് പോകുന്നു. ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ കാര്യം എന്താണ് പറയാതിരുന്നത്? നിനക്ക് പാസ് മാർക്ക് പോലുമില്ല എന്ന് ടീച്ചർ പറഞ്ഞല്ലോ എന്ന് അമ്മ അവനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. റിസൾട്ട് ഇന്നാണ് കിട്ടിയത് എന്ന് അവൻ പറഞ്ഞപ്പോൾ അല്ലെങ്കിലും ലൂലിയുടെ അത്രയൊന്നും പെർഫെക്ഷൻ നിൻ്റെ അടുത്തൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് അനിയനുമായി കമ്പയർ ചെയ്ത അമ്മ അപ്പോഴും പറയുന്നു. അന്ന് വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ റാങ്കിന് ഇംഗ്ലീഷ് നന്നായി പഠിക്കാനുള്ള ടിപ്പ് പറഞ്ഞു കൊടുക്കുന്നതിനെക്കുറിച്ച് സായി ജിയോട് പറയുന്നു. അവന് പക്ഷേ ഞാൻ പറഞ്ഞത് അത്ര ഇഷ്ടമായില്ലെന്നാണ് തോന്നുന്നത്. അവൻ്റെ ഫീലിങ്സിനെ കുറിച്ച് ചിന്തിക്കാതെ ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞത് മോശമായിപ്പോയി. അവന് കുറച്ചിലായി കാണും എന്നൊക്കെ സായി പറയുന്നുണ്ട്. അടുത്ത ദിവസം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമറിലെ കുറച്ച് പോർഷൻ മനസ്സിലായില്ല എന്ന് പറഞ്ഞ് റാങ്ക് ടീച്ചറുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. അവർ അവന് അത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സായിയുടെ ക്ലാസ്സിലെ ഇംഗ്ലീഷ് റെപ്രസെൻറ്റേറ്റീവ് കൂടിയായ അവൾ കോമ്പോസിഷൻ ബുക്ക് വെക്കാനായി അവിടേക്ക് വരുന്നു. ടീച്ചറിന് ആ സമയത്ത് ഒരു മീറ്റിങ്ങിന് പോകേണ്ടതിനാൽ അവളോട് അവൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറയുന്നു. അവൾ സന്തോഷത്തോടെ അവിടെ ഇരുന്ന് അവനത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരേ കാര്യം തന്നെ അവന് മനസ്സിലാകുന്നവരെ വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കാൻ അവൾ തയ്യാറായിരുന്നു. അവർ അവിടെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് അവൻ്റെ അങ്കിളും അവളുടെ ക്ലാസ് ടീച്ചറുമായ ലിൻ അവിടെ എത്തിയത് അവർ അറിയുന്നില്ല. അവൾ വളരെ വ്യക്തമായി അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് കണ്ടപ്പോൾ തുടർന്നും അവന് സംശയമുണ്ടെങ്കിൽ അവളോട് തന്നെ ചോദിച്ച് പഠിക്കാൻ അദ്ദേഹം പറയുന്നു. അവളുടെ സമയം അതിനുവേണ്ടി പാഴാക്കി കളയേണ്ട എന്ന് പറഞ്ഞ് അവൻ എതിർത്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. മാത്രമല്ല അവൻ മാത്സിനും മിടുക്കനായതുകൊണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിന് പകരമായി മാത്സ് പഠിപ്പിച്ചാൽ മതി. ഞാൻ ശനിയാഴ്ച നിന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാം, നീ ഞായറാഴ്ച എന്നെ മാത്സ് പഠിപ്പിച്ചാൽ മതിയെന്നും അവൾ പറയുന്നു. അവൻ അതിന് മറുപടിയൊന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നു. അവൻ പോയ ശേഷവും അവൾ അങ്ങോട്ടേക്ക് തന്നെ നോക്കി ചിരിക്കുന്നത് കണ്ട് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഞങ്ങൾ തമ്മിൽ വലിയ അടുപ്പം പോലുമില്ല എന്ന് അവൾ പറയുന്നുണ്ട്. അദ്ദേഹം അവൻ്റെ അങ്കിളാണെന്നുള്ള കാര്യം അവൾക്ക് ഇപ്പോഴും അറിയില്ല. അവനെ ഇംഗ്ലീഷ് പഠിക്കാൻ സഹായിക്കുന്നതിനെക്കുറിച്ച് അവൾ അന്ന് രാത്രി കൂടുതൽ ചിന്തിക്കുന്നുണ്ട്. അവൾ അന്ന് പറഞ്ഞു കൊടുത്തത് ക്ലിയർ ചെയ്ത കാര്യങ്ങൾ അടുത്ത ദിവസം ക്ലാസ്സിൽ ടീച്ചർ ചോദിച്ചപ്പോൾ അവന് പറയാൻ സാധിക്കുന്നു. ഞാൻ പഠിപ്പിക്കുന്നതിനേക്കാൾ നന്നായി സായി പറഞ്ഞു തന്നപ്പോൾ നിനക്ക് മനസ്സിലായെന്ന് തോന്നല്ലോ എന്ന് ടീച്ചർ പറയുന്നുണ്ട്. അവൻ സായിയുടെ അടുത്ത് പോയി പഠിച്ചു എന്നുള്ള കാര്യം അവൻ്റെ ക്ലാസ്സിലെ മറ്റു കുട്ടികൾക്കൊക്കെ കുറച്ച് അത്ഭുതമായിരുന്നു. കാരണം മറ്റൊന്നുമില്ല, ടോപ്പ് സ്റ്റുഡൻറ്റ് പഠിക്കുന്ന ക്ലാസ്സാണല്ലോ അവരുടേത്. അവരെക്കാൾ ഒരുപാട് മോശമായി പഠിക്കുന്നവരാണ് മറ്റേ ക്ലാസ്സിലുള്ളത്. അതുകൊണ്ട് ഇവിടെയുള്ള പഠിപ്പുകൾക്കൊക്കെ അവരോട് പുച്ഛമാണ്. ക്ലാസ് ലീഡർ അവരെക്കുറിച്ച് മോശമായി പറയുന്നത് കേട്ടപ്പോൾ അവൾക്ക് സായിയോട് അസൂയാണ് എന്ന് ഖുറാൻ പറയുന്നുണ്ട്. റാങ്ക് സ്വന്തമായി തൻ്റെ അടുത്തേക്ക് പഠിക്കാൻ വരില്ല എന്ന് സായിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവനെ കാണുമ്പോഴൊക്കെ ഇംഗ്ലീഷിന് വേണ്ടി സ്പെഷ്യൽ ട്യൂഷൻ ആരംഭിക്കുന്നുണ്ട്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ച് അവൾ പുറകെ കൂടുന്നു. ഫീസ് വളരെ കുറവാണെന്നൊക്കെ ഓഫറും വെക്കുന്നുണ്ട്. വഴിയിൽ വെച്ച് കാണുമ്പോഴും സ്കൂളിൽ വെച്ച് കാണുമ്പോഴും ബസ്സിൽ വെച്ചും എല്ലാം അവൾ അതിനുവേണ്ടി ശ്രമിക്കുന്നു. അവൻ പക്ഷേ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി പോവുകയാണ്. അതിനിടയിലാണ് ഒരു ദിവസം അവൻ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ അവന് വേണ്ടി അറേഞ്ച് ചെയ്ത ഇംഗ്ലീഷ് ട്യൂഷൻ ടീച്ചറെ പരിചയപ്പെടുത്തിയത്. അവർ അവൻ്റെ അനിയൻ ലുയിയെയും പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ തിരക്കുള്ള ടീച്ചറാണ്. നല്ലതുപോലെ ബുദ്ധിമുട്ടിയാണ് അവരുടെ ക്ലാസ് അവന് വേണ്ടി അറേഞ്ച് ചെയ്തത് എന്നൊക്കെ അമ്മ പറയുന്നു. നീ ഇംഗ്ലീഷിന് മോശമാണെന്ന് കേട്ടു, ലൂലി നന്നായി പഠിക്കുമായിരുന്നു, നിനക്ക് എൻ്റെ ഒപ്പം പ്രോഗ്രസ്സായി വരാൻ പറ്റുമെന്ന് സംശയമാണ് എന്നൊക്കെ പറഞ്ഞ് ആദ്യമേ അവനെ താഴ്ത്തി കെട്ടുന്ന രീതിയിലാണ് ടീച്ചറും സംസാരിച്ചത്. എനിക്ക് വേണ്ടി ഞാൻ ഓൾറെഡി ഒരു ട്യൂട്ടറെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് എനിക്ക് മറ്റൊരാളുടെ ആവശ്യമില്ല എന്നവൻ പറയുന്നു.
തൻ്റെ വിലപിടിപ്പുള്ള സമയം പാഴാക്കുന്നതിന് ടീച്ചർ അമ്മയെ കുറ്റപ്പെടുത്തുന്നു. നീ എപ്പോഴാണ് ട്യൂട്ടറെ അറേഞ്ച് ചെയ്തത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. ആരാണ്? നന്നായി പഠിപ്പിക്കുമോ എന്നൊക്കെ അമ്മ ചോദിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും ഞാൻ പഠിച്ചു കാണണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തോ സാധനം വാങ്ങാനെന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. പവർ കട്ട് കാരണം വീട്ടിൽ കറണ്ട് ഇല്ലാത്തതിനാൽ സായി അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് ലൈറ്റായി എന്തോ വാങ്ങി കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് റാങ് അതുവഴി പോകുന്നതാണ്ടത്. അവൾ വേഗം അവനെ വിളിച്ചു നിർത്തിയിട്ട് എവിടെ പോകുകയാണെന്നൊക്കെ അന്വേഷിക്കുന്നു. അവൻ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ ഒഴിഞ്ഞുമാറി പോകാൻ നോക്കിയെങ്കിലും തനിച്ചിരിക്കുമ്പോൾ പലരും തുറച്ചു നോക്കുന്നു. അതുകൊണ്ട് കുറച്ച് സമയം എനിക്കൊപ്പം കൂട്ടിരിക്കുമെന്ന് ചോദിക്കുന്നു. അവൾ അവനെയും അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. കഴിക്കാൻ വാങ്ങിയത് അവൾ അവർ കൂടി ഷെയർ ചെയ്യാൻ തുടങ്ങിയെങ്കിലും ആദ്യം വേണ്ടെന്ന് പറഞ്ഞ് അവൻ ജാടയിടുന്നു. അതും പക്ഷേ അവൾ നിർബന്ധിച്ച് അവനെ കഴിപ്പിക്കുന്നുണ്ട്. കഴിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ ഒരു മടിയുമില്ലാതെ അവനത് മുഴുവൻ കഴിക്കുന്നു. ട്രീറ്റ് ചെയ്തതിന് പകരമായി അവിടെ നിറങ്ങിയപ്പോൾ അവൻ കുറച്ച് സാധനങ്ങൾ വാങ്ങി അവൾക്ക് നൽകുന്നു. ട്യൂഷൻ ഫീസായി കണക്കാക്കിയാൽ മതിയെന്ന് പറയുന്നുണ്ട്. എന്തിൻ്റെ ട്യൂഷൻ ഫീസാണെന്ന് അവൾ ചോദിച്ചപ്പോഴാണ് അവളുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് അവൻ പറഞ്ഞത്. അവൾ സന്തോഷത്തോടെ അത് സമ്മതിക്കുന്നു. പക്ഷേ മറ്റു കുട്ടികൾക്കൊപ്പമല്ല, അവനുവേണ്ടി പ്രത്യേകം സ്പെഷ്യൽ ട്യൂഷൻ നൽകാൻ തയ്യാറാണെന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാം പറഞ്ഞ് സമ്മതിച്ച് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഫോൺ നമ്പർ കയ്യില്ലാത്തത് കൊണ്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് WeChat ID നൽകുമോ എന്ന് അവൾ ചോദിച്ചത്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് ടീച്ചർ റിലേഷൻ ആകുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തമ്മിൽ കോൺടാക്ട് ചെയ്യേണ്ടി വരുമല്ലോ എന്നൊക്കെ അവൾ പറഞ്ഞപ്പോൾ അവൻ ID നൽകുന്നു. എന്തോ വലിയ കാര്യം സാധിച്ച സന്തോഷമായിരുന്നു അന്നവൾക്ക്. അന്ന് രാത്രി തന്നെ അവൾ അവൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് അടുത്ത ദിവസം ഒരുമിച്ച് പഠിക്കാനായി എപ്പോഴാണ് പോകുന്നതെന്ന് ചോദിച്ചാണ് അവൾ മെസ്സേജ് അയച്ചത്. അവൻ ഫോണിന് അടുത്തില്ലാതിരുന്നതിനാൽ കുറച്ച് സമയം കഴിഞ്ഞാണ് റിപ്ലൈ നൽകിയത്. അവൻ റിപ്ലൈ അയക്കാൻ വൈകിയപ്പോൾ അവൻ ഉറങ്ങിക്കാണുമോ എന്നൊക്കെ അവൾ സംശയിക്കുന്നു. അപ്പോഴാണ് സമയം പറഞ്ഞുകൊണ്ട് അവൻ മെസ്സേജ് അയച്ചത്. വീടെടുത്തായതുകൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് ചെന്ന് പിക്ക് ചെയ്യാമെന്ന് അവൾ പറഞ്ഞെങ്കിലും അത് വേണ്ട, ക്രോസ് റോഡിൽ വെച്ച് മീറ്റ് ചെയ്താൽ മതി എന്നവൻ പറയുന്നു. എന്തായാലും അവനോട് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടെയാണ് അവൾ ഉറങ്ങിയത്. അടുത്ത ദിവസം ഒരു ഡേറ്റിന് പോകുന്ന പോലെ ഒരുങ്ങിയാണ് അവൾ കമ്പൈൻ സ്റ്റഡിക്ക് പോകാനെത്തിയത്. എപ്പോഴും യൂണിഫോമിൽ കണ്ട് അന്ന് അവൾ അങ്ങനെ ഒരുങ്ങി വന്നപ്പോൾ അവൻ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നുണ്ട്. ഇന്ന് എന്നെ കാണാൻ എങ്ങനെയുണ്ട്, എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ എന്ന് അവൾ വന്നപ്പോഴേ ചോദിക്കുന്നു. അവൻ അവളെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് നീ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ, നിന്റെ കണ്ണിന് താഴെ നന്നായി കറുത്തിട്ടുണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. അവൾ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവൻ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുന്നു. ഞാൻ ഇത്ര നന്നായി ഒരുങ്ങി വന്നിട്ട് നിനക്ക് അത് മാത്രമേ കാണാൻ പറ്റുള്ളൂ, നീ കാരണമാണ് എനിക്ക് ഇന്നലെ മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റാതിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ പുറകെ ഓടിയത്. രണ്ടുപേരും കൂടി ഒരു ലൈബ്രറിയിൽ ചെന്ന് പഠിക്കാൻ തുടങ്ങുന്നു. അവന് വേണ്ടി ഒരു സ്റ്റഡി പ്ലാനൊക്കെ അവൾ റെഡിയാക്കി കൊണ്ടുവന്നിരുന്നു. അടുത്ത ദിവസം അവൾക്ക് കുറച്ച് ട്യൂഷൻ ഫീസ് നൽകുന്ന കാര്യം അവൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നേരത്തെ പറഞ്ഞതുപോലെ മാത്സിനും ഫിസിക്സിനും ഞാൻ വളരെ വീക്കാണ്, അത് പഠിക്കാൻ നീ എന്നെ സഹായിച്ചാൽ മതി എന്ന് അവൾ പറയുന്നു. അവനത് സമ്മതിക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി കമ്പൈൻ സ്റ്റഡി തുടങ്ങുന്നുണ്ട്. അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് PT പീരീഡ് അവർ മീറ്റ് ചെയ്യുന്നു. രണ്ട് ക്ലാസ്സിനും ഒരേ സമയത്ത് തന്നെയായിരുന്നു PT. അടുത്ത ക്ലാസ്സിൽ ഒരു ടെസ്റ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. രണ്ട് ക്ലാസ്സിലെയും കുറേ കുട്ടികൾ ഇപ്പോഴും വളരെ വീക്കാണ്. കൂടുതൽ പ്രാക്ടീസ് ആവശ്യമുള്ളവരുടെ പേര് വിളിക്കും. അവർ ക്ലാസ് കഴിഞ്ഞാലും അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യണമെന്ന് കോച്ച് അറിയിക്കുന്നു. പേര് വിളിച്ചവരുടെ കൂട്ടത്തിൽ സായിയും ജിയയും ഒക്കെ ഉണ്ട്. ബാക്കി കുട്ടികളോടൊക്കെ അവിടെ നിന്ന് കളിച്ചോളാനും പറയുന്നു. റാങ്ങും ഖുറാനും ഫെങ്ങും കൂടി വെള്ളമെടുക്കാനായി പോകുന്നു. സായിയും ജിയയും അവിടെ നിന്ന് ബാൾ പ്രാക്ടീസ് ചെയ്യുകയാണ്. റാങ്കിൻ്റെ ക്ലാസ് ലീഡറും പേര് വിളിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. അവൾക്ക് റാങ്ങിനോടൊരു താല്പര്യമുണ്ട്. സായി അവിടെ നിന്ന് കളിക്കുന്നത് കണ്ടപ്പോൾ അവൾ റാങ്ങുമായി നല്ല അടുപ്പമാണ് എന്നാണ് തോന്നുന്നത്. അവർ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു എന്ന് അവളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞത്. ടോപ്പ് സ്റ്റുഡൻ്റായ റാങ്കിൻ്റെ ഫ്രണ്ടാകാൻ അവൾക്ക് എന്താണ് യോഗ്യത എന്നൊക്കെ അവർ കുറ്റം പറയുന്നുണ്ട്. ഇതിനിടയിലാണ് സായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ബോൾ അവരുടെ മുന്നിലേക്ക് ഉരുണ്ടിരുന്നത്. അത് തിരിച്ചറിയാൻ അവർ ലീഡറിനോട് പറഞ്ഞെങ്കിലും അവൾ മറ്റൊരു സൈഡിലേക്ക് തട്ടിയിടുകയാണ് ചെയ്തത്. അവളുടെ ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ ജിയ്ക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും സായി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് അവളെ തണുപ്പിച്ചിട്ട് ബോൾ എടുക്കാനായി പോകുന്നു. അപ്പോഴാണ് ലീഡർ തട്ടിയെറിഞ്ഞ ബോളുമായി 3 ആമ്പിള്ളേർ അവരുടെ അടുത്തേക്ക് ചെന്ന് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയത്. നീയാണോ ബോൾ എറിഞ്ഞത്, എന്താണ് നിന്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിച്ച് അവന്മാർ ലീഡറിന് നേരെ തിരിയുന്നു. ആ ബോൾ ഞങ്ങളുടേതാണ്, തിരികെ തരുമെന്ന് ചോദിച്ച് സായി അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. അതോടെ അവന്മാർ അവർക്ക് നേരെ തിരിയുന്നു. ഒരു പ്രശ്നത്തിന് നിൽക്കാതെ സായി അവന്മാരുടെ കയ്യിൽ നിന്ന് ബോളും വാങ്ങി പ്രാക്ടീസ് ചെയ്യാൻ പോയ ഇതാണ്. പക്ഷേ അവന്മാർ വീണ്ടും മുന്നിൽ കയറി അവളെ തടയുന്നു. അപ്പോഴാണ് വെള്ളമെടുക്കാൻ പോരുന്ന റാങ്ക് സംഘവും തിരികെ വന്നത്. പ്രശ്നത്തിൽപ്പെട്ടിരിക്കുന്ന സായിയും ജിയയുമാണല്ലോ. അപ്പോൾ പിന്നെ അവന്മാർ നോക്കി നിൽക്കുമോ? അവരും അങ്ങോട്ടേക്ക് ചെന്ന് ഇടപെടുന്നു. ആമ്പിള്ളർ ഇടപെട്ടതോടെ എന്നാൽ പിന്നെ തല്ലിൽ തന്നെ തീർക്കാം എന്ന് പ്രശ്നമുണ്ടാക്കാൻ വന്നവർ പറഞ്ഞതാണ്. പക്ഷേ ഞങ്ങൾക്ക് തല്ലുണ്ടാക്കാൻ താല്പര്യമില്ല, നമുക്ക് ബാസ്കറ്റ് ബോൾ മത്സരം വെക്കാം, നിങ്ങൾ തോക്കുകയാണെങ്കിൽ ബോൾ അവർക്ക് നൽകണമെന്ന് ഫെങ് പറയുന്നു. അവന്മാർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഒരു കണ്ടീഷൻ കൂടി പറയുന്നു, അവരാണ് തോക്കുന്നതെങ്കിൽ സോറി പറയേണ്ടി വരും. അത് അവർ സമ്മതിക്കുന്നു. അങ്ങനെ രണ്ട് ടീമിലും 3 പേരായി മത്സരം തുടങ്ങുന്നു. അവന്മാർ തൻ്റെ ഇടത്തോടെ പ്രശ്നത്തിൽ ഇടപെട്ടപ്പോൾ തന്നെ സായിയും ജിയയും ഹാപ്പിയായി നിൽക്കുകയാണ്. ഖുറാൻ പോലും ആ ടൈമിൽ നല്ല കൂളാണ് എന്ന് ജിയയ്ക്ക് തോന്നിപ്പോകുന്നുണ്ട്. വളരെ വാശിയേറിയ ഒരു മത്സരമാണ് അവിടെ നടന്നത്. റാങ്ക് തുരുതുര ഗോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റേ ടീമിന് മര്യാദയ്ക്ക് ബോളൊന്ന് കയ്യിൽ കിട്ടുന്ന പോലുമില്ല. അവൻ പഠനത്തിൽ മാത്രമല്ല ഇതിലും മുന്നിലായിരിക്കുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല എന്ന് സായി പറയുന്നുണ്ട്. റാങ്കിൻ്റെ ക്ലാസ്സിലെ പെൺകുട്ടികൾ വിചാരിച്ചത് തങ്ങൾക്ക് പ്രശ്നമുണ്ടാകുന്നത് കൊണ്ടാണ് അവർ ഇടപെട്ടതെന്നാണ്. സായിയും ജയും ഉച്ചത്തിൽ അവർക്ക് ജയ് വിളിക്കുന്നതും കൈയടിക്കുന്നതുമൊന്നും അവർക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. കളി റാങ്ക് സംഘം തന്നെ ജയിക്കുന്നു. മറ്റവന്മാർ തോൽവി സംബന്ധിച്ച് പോകാൻ തുടങ്ങിയപ്പോൾ എന്തെങ്കിലും മറന്നോ എന്ന് ചോദിച്ച് അവർ വിളിച്ചു നിർത്തുന്നുണ്ട്. അവന്മാർ ബോൾ അവരുടെ ക്ലാസ്സിലെ പെൺപിള്ളേർക്ക് നൽകാൻ പോയപ്പോൾ അവർക്കല്ല കൊടുക്കേണ്ടത്, അതിനപ്പുറത്ത് നിൽക്കുന്ന 2 പേർക്കാണെന്ന് ഖുറാൻ വിളിച്ചു പറയുന്നു. ബോൾ ജയിക്ക് നൽകിയിട്ടാണ് അവർ പോയത്. അവരുടെ ക്ലാസ്സിലെ ലീഡർ അത് കണ്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ റാങ്കും ഖുറാനും ഫെങ്ങും കൂടി സായിയുടെയും ജിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. നമുക്ക് പഠിക്കാൻ പോയാലെന്ന് സായി റാങ്ങിനോട് ആംഗ്യത്തിലൂടെ ചോദിക്കുന്നുണ്ട്. അവനത് സമ്മതിക്കുന്നു. അവർ ഒരുമിച്ച് പഠിക്കാനായി പോകുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എപ്പിലോഗിൽ ജിയയും സായിയും കൂടി ലൈബ്രറിയിൽ ഇരിക്കുമ്പോൾ ജിയ വീഡിയോ എടുക്കുന്നതാണ് കാണിക്കുന്നത്. റാങ്ങിനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി അവൻ വീക്കായിട്ടുള്ളത് എവിടെയൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ
ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ സായി എടുത്തു വെച്ച് നോക്കുകയാണ്. പക്ഷേ അവളെ സംബന്ധിച്ച് അതൊക്കെ വളരെ സിമ്പിൾ ആയതുകൊണ്ട് അവൻ്റെ പോരായ്മ എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ അവൾ ആകെ കൺഫ്യൂഷനാകുന്നു. സ്വന്തമായി പഠിക്കുന്നതും മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾക്കൊരു ടെസ്റ്റ് നടത്തി അവളുടെ വീക്ക് പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കി ആദ്യം അവളെ പഠിപ്പിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് സായി അവളെ പഠിക്കാൻ വിളിക്കുന്നു. വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയേണ്ടിയിരുന്നില്ല എന്ന മട്ടിലാണ് ജിയ അവളുടെ അടുത്ത് ചെന്നിരുന്നത്. നമ്മുടെ ഫാമിലിയിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന സുലേഖ ഹക്കീമിന് കൊറിയൻ മലൂസ് ഫാമിലിയുടെ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.